കണ്ണുകൾ. നല്ല മണം അല്ലേ? അതെ. മണം മാത്രമല്ല, ഈ പൂവ് കാണാനും മനോഹരമാണ്. പൂക്കൾ മാത്രമല്ല, മേലെ മാനം, അതിലൊഴുകി നടക്കുന്ന മേഘങ്ങൾ. രാത്രിയിൽ അവിടെ നക്ഷത്ര കുഞ്ഞുങ്ങൾ പറക്കും. പകൽ 7 വർണ്ണങ്ങളുള്ള മഴവില്ല് വിരിയും. ഈ മണ്ണിൽ കിലുകിലേ കിലുങ്ങുന്ന നദികൾ, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നോ കാണാൻ. പിന്നെന്താ ഞങ്ങളൊന്നും കാണാത്തത്? അതാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിധി. കാണാത്ത കണ്ണുകളുമായി അന്ധതയിൽ അലഞ്ഞു തിരിയാനുള്ള ദുർവിധി. പറഞ്ഞതൊക്കെ ഞങ്ങളെ കാണിക്കാമോ? അതിനുള്ള വഴി എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കണ്ടെത്തും ഒരിക്കൽ. ആരും വഴക്കിടണ്ട. ഇത് നമുക്ക് കാഴ്ചയുടെ കഥ പറഞ്ഞെന്ന് ഏട്ടന് കൊടുക്കാം. ഇത് ഇലാമപ്പഴമാണ്, നല്ല സ്വാദാ. ഏട്ടന് വേണ്ട, നിങ്ങളെല്ലാവരും കഴിച്ചോളൂ. ഈ പഴത്തിന്റെ ചാറ് കുഞ്ഞിന്. ഇലാമപ്പഴത്തിന്റെ ചാറ് കൊടുത്തില്ലെങ്കിൽ പിറക്കുന്ന കുട്ടികൾക്ക് ഉയിര് വെക്കില്ല. സിദ്ധൌഷധം. ഒരു കാലത്ത് ഇവിടെ ജനിച്ചു വീഴുന്ന ശിശുക്കൾക്ക് ആയുസ് 1 നാൾ മാത്രമായിരുന്നു. തലമുറകൾ സന്തതിയേറ്റു പോകുന്നതിൽ മനംനൊന്ത് ഞങ്ങൾ പാറകളുടെ ദേവതയെ പ്രാർത്ഥിച്ചു. ദേവത പ്രത്യക്ഷപ്പെട്ട് ഏതോ വിത്ത് വാരിയെറിഞ്ഞു. മഴയും വെയിലും കുളിരും കാറ്റും പോറ്റിയ വിത്തുകൾ മാമരമായി. മരം പൂത്തു കായ്ച്ചപ്പോൾ ദേവിയുടെ അരുളപ്പാട് അനുഗ്രഹമായി. അന്നു തൊട്ട് താഴ്വാരത്തെ ശിശുക്കൾ മരിക്കാതായി. അത്ഭുതസിദ്ധിയുള്ള ഈ പഴമാണ് ഞങ്ങളുടെ ജീവന്റെ രഹസ്യം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ കൊതി തോന്നും. പക്ഷേ വിത്ത് കഴിക്കരുത്, കൊടിയ വിഷമാണ്, മരണം നിശ്ചയം.